അങ്ങനെ അതെ ആടായിട്ടാണ് എന്തടി ഇവക്ക് പറ്റി ഒന്നും അറിയില്ലടേ. മ്യൂസിക് സാങ് കേട്ടോണ്ടിരിക്കുക. ആ എന്ത് വെച്ചേ? ഇത് ആറാം പ്രപ്പോസ് ചെയ്താ? ഇല്ലടി. ശരിടി, ആരാം പ്രപ്പോസ് ചെയ്തില്ല? നീ പോയിട്ട് പ്രപ്പോസ് ചെയ്തു? അതൊന്നുമില്ലടി. ആ ശരി എടി, ആരാം വരാം? ആ ഇങ്ങോട്ട് ആരടി വരാ? ഇവനാരാ? ഇവനെൻ്റെ എൻ്റെ ഇവനെൻ്റെ അമ്മാവൻ്റെ മകനാണ്. ആ അമ്മാവൻ മോഹൻ വന്ന് ഹായ് വീട്ടി. ഇവിടെ എന്താ ചെയ്യാം? ഇവൻ്റെ ഒരു ടോർച്ചർ. ഹായ് നീ എങ്ങോട്ട് വീട്ടിൽ? ഓ നിനക്ക് മാരേജ് ആയിരുന്നു അല്ലേ? ആ എന്തോടെ ഇവനെ നോക്കാം. അങ്ങനെ ആറാം നോക്കിയ ആറാമക്ക് ദേഷ്യം വരാൻ തുടങ്ങി. വല്ലാതെ ഒളിയാൻ തുടങ്ങി. ആ അപ്പോൾ ജിൻ ചോദിച്ചു, എന്ത് പറ്റി? ആറാം അങ്ങോട്ട് നോക്കടാ, പോടാ. ഇവൻ അർജുൻ പറയാം, ഇവള് പറഞ്ഞ് നടക്കാം. ഇവനിപ്പോൾ ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാൻ പ്ലാന് പറഞ്ഞായിരുന്നു. എന്ത് പ്രപ്പോസാ? ആറാം കൂടെ ഓടിയോണ്ട് നിന്ന് ഞാൻ അവളെ കൈ പിടിച്ച് എന്ത് പറ്റി? ഒന്നുമില്ല. ആറാം പറയാം, ഇവ എൻ്റെ ഫിയാൻസിയാണ്. എന്ത് സാർ പറയാൻ? ഫിയാൻസിയ? അതെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവളെ അമ്മ അച്ഛൻ വന്നു. മേഘനക്ക് ഷോക്കായി പോയി. എന്താ ഇവിടെ നടക്കുന്നത്? മേഘൻ ചോദിച്ചു, എന്ത് ഫിയാൻസിയാ? എപ്പോ? മേഘൻ്റെ അച്ഛനമ്മ വന്ന് പറഞ്ഞു, മോളെ മേഘന, എനിക്ക് ആറാമക്ക് നിശ്ചയമായി. അത് മാത്രമല്ല എനിക്കും മാരേജാണ്. എന്തമ്മ? എന്ത് ഫിയാൻസിയാ? അതെ, ഇവരോ സോങ്സ് റിലീസായ ശേഷം പിന്നെ നിങ്ങളെ മാരേജാണ്. എന്തമ്മ പറയുന്നത്? അതെ മോളെ. എടാ ഇവളെ വെറുതെ നടക്കാണ്ട് ഇവനൊരു കാര്യം ശരിയാ. അങ്ങനെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ആറാം കമ്മിറ്റാണ്. ഈ ചിമ്മിങ് മാത്രമാണല്ലോ. എടി ബി പ്രപ്പോസ് ചെയ്തോടി മച്ചി. ഇത് പ്രീ പ്രപ്പോസ് ചെയ്തു. ഈ ജിമ്മിൻ എവിടെ? ജിമ്മിൻ വന്നു. ഇപ്പം ശരിയാക്കിയതാ. ജിമ്മി നോക്കി. ജിമ്മിൻ്റെ മമ്മി പറയാം, ആൻറ്റി ഹലോ അസ്മി, നിങ്ങൾ ശ്വേതേൻ്റെ അച്ഛനമ്മയില്ലേ? അതെ, ഞങ്ങൾക്ക് ശ്വേത ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മാരേജ് എല്ലാ പ്ലാൻ ഞങ്ങൾ ചെയ്തോളാം. ശരി ഓക്കെ. ജിമിൻ, എനിക്ക് ശ്വേതനെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെ അമ്മേ. ശ്വേത എന്ത് പറ്റി? ജിമിൻ വന്നു. ശ്വേതൻ്റെ കൈ പിടിച്ച് റിങ് കിട്ടും. എന്ത് നടക്കുന്നില്ല? ചിക്കൻ കിസ് അടിച്ച് ശ്വേത അവിടെ ഷോക്കായി പോയി. എന്താ ഇവിടെ നടക്കുന്നത്? ഐ ലവ് യു ഞാൻ പറഞ്ഞു. അടുത്ത് ജിമിൻ കിസ് അടിച്ചു. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് ദേഷ്യം പോയി കഴിഞ്ഞു. എല്ലാവർക്കും മാരേജും ആയി. അതുമാത്രമല്ല എല്ലാവർക്കും ഓരോ നാൾക്കും ഓരോന്ന് ബേബീസ് ഉണ്ട്. അതുമാത്രമല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. ഓരോ നാൾക്കും ഓരോന്ന് ബേബീസാണ്. ഗേൾ ബേബിയും ബോയ് ബേബിയും. അതുമാത്രമല്ല ജിന്നയ്ക്ക് ഗേൾ ബേബി ട്വിൻസാണ്. ഗേൾ ബേബി ബോയ് ബേബിയാണ്. ആറമുക്കും ഗേൾ ബേബിയും ബോയ് ബേബിയും. അങ്ങനെ ഓരോ നാൾക്കും ഓരോന്നും ഗേൾസ് ബേബിയും ബോയ്സ് അങ്ങനെ ബേബീസാണ്. എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരിക്കാൻ തുടങ്ങി. ഇവിടെ പോയി ഇവൾ? മോളെ. മോളോ എവിടെ പോയി? അമ്മ വന്നോ? അതെ മോളെ. പ്രിയ എങ്ങനെയുണ്ട്? അമ്മ ഇന്ത്യക്ക് വന്നു. ചേട്ടൻ എവിടെ? ചേട്ടാ. പിന്നെ ചേച്ചി എങ്ങനെയുണ്ട്? സുഖം തന്നെയാണോ? സുഖം തന്നെയാണോ മോളെ? അതുകൊണ്ടല്ല. ചേട്ടൻ എന്ത് പറയാ? അതെ മോളെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് ചേട്ടാ? അത് മാത്രമല്ല നിനക്കൊരു സർപ്രൈസാണ്. എന്താ? അത് മാത്രമല്ല മീനാക്ഷി പ്രഗ്നൻ്റാണ്. എന്ത് പ്രഗ്നൻ്റാ? അത് എന്ത് 6 ബേബിയാ? എന്നിട്ട് 7 ബേബി? അതെ, 7ാമത്തെ ബേബിയാ. അതെ. എന്ത് ചേട്ടാ നടക്കുന്നത്? ഒന്നുമില്ല. അത് ഷോക്കായി പോയി. അങ്ങനെ എല്ലാവരും സന്തോഷം തുടങ്ങി. ജിന്നിൻ്റെ ബേബി വന്നു. മമ്മി എന്ത് വേണ്ടി? മമ്മി ഇവിടെ നോക്ക്. ഹായ് ഗ്രാൻഡ് പാ. ഹായ് ഗ്രാൻഡ് മാ. വന്നു. മമ്മി ചേട്ടനോട് എൻ്റെ കൂൾ ഗ്ലാസ് തരുന്നില്ല മമ്മി. ഇവനെവിടെ?
മോനെ എന്താടാ കാണുന്ന ഡാൻസ് സോങ് കളിക്കാം ഇവനൊരു കാര്യം മമ്മി എന്താടാ നീ കാട്ടുന്നത് ഋതുക്ക് അതെ പറഞ്ഞേക്ക് ഞാൻ അതെ എന്ത് മമ്മ ഇങ്ങനെ പറയാ പാവല്ലേ ഓ കൊടു പറഞ്ഞേക്ക് അശ്വിൻ കൊടുടാ കൊടുക്കില്ല മമ്മി പറയുന്നേക്കിന് അശ്വിൻ കൊടുക്കില്ല മമ്മി ഇവ ഭയങ്കര എപ്പോൾ ദിവസമായി ദിവസം പഠിച്ച് നടക്കുക പാവലേ ആലെ കൊച്ചി പാവലേ അവൾക്ക് കൊടു പ്ലീസ് മമ്മി ഞാൻ കൊടുക്കില്ല ഇവളൊരു കാര്യം കൊടുക്ക് മമ്മി കൊടുടാ രണ്ടുപേർക്ക് ഇതാ മമ്മി ഗ്ലാസ് മേടിച്ചോട്ടു താങ്ക് യു മമ്മി രണ്ടുപേരും വെച്ചിരിക്കണം മനസ്സിലായ രണ്ടുപേരും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മനസ്സിലായ ശരി മമ്മി അങ്ങനെ ഡാഡി എങ്ങനെയുണ്ട് ഡാഡി ബിസിനസ് എന്താ പറയുക ഇന്ത്യയിൽ ബിസിനസ് പറയുന്ന ഒന്നും കേട്ടില്ല എന്താ മമ്മി പറയുന്നേക്ക് അതേ മോളെ അത് മാത്രമല്ല ഇന്ത്യയിലെ ബിസിനസ് ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ളതാണ് അത് മാത്രമല്ല ചേട്ടന് പറയാനുണ്ട് പറഞ്ഞു അത് മാത്രമല്ല നിൻ്റെ നമ്മളെ ആൻറ്റി വന്നു അതെ ആൻറ്റി അച്ഛ അവരും ക്ഷമിക്കച്ച പാവൻ അവർ രണ്ടുപേരും ലവ് ചെയ്തായിരുന്നു അല്ലേ അതുകൊണ്ട് അച്ഛൻ അതെ മോളെ ഞാൻ നോക്കിയ ചെക്കനൊന്നും സെറ്റായില്ല അത് മാത്രമല്ല അച്ഛനൊക്കെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു അവർ രണ്ടുപേർ നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു മാത്രം അവർക്ക് നോക്കിയ ചെക്കൻ ശരിയില്ലായിരുന്നു ഇപ്പോൾ അച്ഛനിപ്പോൾ അവർ സ്വീകരിച്ചില്ലേ അതേ മോളെ അവർ പാവല്ലേ അങ്ങനെ ആ വീട് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരിലിട്ടു നമ്മൾ ഇവിടെ നിൽക്കുക ഞാനിവിടെ സെറ്റിലാകാൻ പോവാം ഓക്കെ മോളെ ഒരു കാര്യം പറഞ്ഞു മോക്കൊരു സർപ്രൈസ് ഉണ്ട് ആരാ ഹായ് ഇതാരാ അതെ മോളെ ഇതിനെനിക്ക് ഇഷ്ടപ്പെട്ട പെട്ടാണ് താങ്ക് യു ഡാഡി ഒരു ക്യാറ്റ് പെട്ടാണ് ഇതേ ഞാൻ നോക്കിയത് ഒന്നും സെറ്റായില്ല അതുകൊണ്ട് ഇവർ തന്നെ ഹാപ്പിയാണ് എനിക്കിഷ്ടപ്പെട്ട ക്യാറ്റ് ഡാഡി നമുക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു ഡാഡി അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ എൻജോയ്മെൻറ്റ് ചെറിയ എല്ലാവരും താമസിക്കാൻ തുടങ്ങി അതുമാത്രമല്ല ഇഷ്ടപ്പെട്ട ക്യാറ്റ് പെട്ടിനെ നല്ല സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി ഡാഡി ഇന്നെൻ്റെ ഹസ്ബൻഡ് സോങ് റിലീസ് ചെയ്യാൻ പോവാം ശരി ഓക്കെ എല്ലാവരും സോങ് കേൾക്കാൻ പോയി എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഡാഡി എന്നിട്ട് എനിക്ക് സിസ്റ്റർ ബ്രദർ വേണം മമ്മി ഡാഡി അതും എനിക്ക് തരാൻ പറ്റില്ല കഥ തീർന്നു.